ലെബനൻ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ നിഴലിലായ മലയാളിയായ ബിസിനസ്സുകാരൻ റിൻസൺ ജോൺസിനെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ജിൻസന്റെ സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജറുകളാണ് ലെബനനിൽ പൊട്ടിത്തെറിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് തിരോധാനം. ഇദ്ദേഹം എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ലെന്ന് UK ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിൻസന്റെ കുടുംബത്തെക്കുറിച്ചും ആർക്കും ഒരു വിവരവുമില്ല. മാനന്തവാടിയിലെ ബന്ധുക്കളും റിൻസനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് വിശദീകരിക്കുന്നത്. റിൻസൺ സ്വയം അറിയാതെ ഇസ്രായേലിനെ സഹായിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിവാദത്തിൽ റിൻസന്റെ നിലപാട് വിശദീകരണം നിർണായകമാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസന് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ റിൻസൺ ട്രിപ്പിലാണെന്ന് ആരും കരുതുന്നില്ല. അതിനിടെ BAC കമ്പനിയുടെ CEO ക്രിസ്റ്റീന നിലവിൽ ഹംഗേറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സംരക്ഷണയിലുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. റിൻസനും സമാനമായ രീതിയിൽ അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണത്തിലാണോ എന്നത് വ്യക്തമല്ല. എന്നാൽ ഒരു ഏജൻസിയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല. ആക്രമണത്തെക്കുറിച്ച് റിൻസന് അറിവില്ലെന്ന് മറ്റ് നിരവധി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയുമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. പേജറുകളിൽ നേരത്തെ കൂട്ടി സ്ഫോടക വസ്തു നിറച്ചിരുന്നുവെന്നും അതല്ല പേജറുകളുടെ ബാറ്ററി പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്നെല്ലാം ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. പേജറുകളുടെ ഏതെങ്കിലും ഒരു ബാച്ചിലെ ഉൽപ്പന്നങ്ങളിൽ ആരെങ്കിലും കൃത്രിമം വരുത്തിയതാകാം. അതല്ലെങ്കിൽ സ്ഫോടക വസ്തു നിറച്ച പേജറുകളിൽ ഗോൾഡ് അപ്പോളോ എന്ന ലേബൽ പതിപ്പിച്ച് ലെബനിലേക്ക് അയച്ചതുമാകാം. എന്നാൽ ഒന്നിനും ഇനിയും കൃത്യത വന്നിട്ടില്ല. സ്ഫോടനത്തിൽ റിൻസൺ ജോൺസിന്റെ പങ്ക് ഇപ്പോഴും അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. വയനാട് മാനന്തവാടി ഒണ്ടായങ്ങാടി സ്വദേശിയായ റിൻസൺ നോർവേ പൗരനാണ്. തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം സ്ഥിര താമസം. സ്ഫോടന പരമ്പര തുടങ്ങിയ 17 മുതൽ റിൻസണിന്റെ വിവരങ്ങൾ ലഭ്യമല്ല. നോർവേ, ബൾഗേറിയ, ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പേജറുകളുടെ സപ്ലൈ ശൃംഖലയിൽ കമ്പനി ഉണ്ടോ എന്നാണ് സംശയം. പേജറുകൾക്ക് കമ്പനി പണം കൈമാറിയെന്ന റിപ്പോർട്ടുകളുണ്ട്. നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് നോട്ട ലിങ്ക് രജിസ്ട്രേഷൻ ബൾഗേറിയയിൽ സോഫിയ നഗരത്തിലെ ബഹുനില മന്ദിരമാണ് വിലാസം. എന്നാൽ ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ലെബനനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയതോടെ എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന അന്വേഷണം നിർണായകമാണ്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലുണ്ടായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനനിൽ 37 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനിലേക്ക് സൈനിക നടപടി കൂടുതൽ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ആവർത്തിച്ചു.